ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന വാർത്ത വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഇന്നിപ്പോൾ 4 മണിക്ക് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബില്ല് പാസ്സാക്കാൻ 360 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. നിലവിൽ NDAക്ക് 293 അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത്. നിലവിലുള്ള സീറ്റുകളിൽ തന്നെ സംവരണം നടപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. സെൻസസും മണ്ഡല പുനർനിർണയവും കഴിഞ്ഞു മാത്രം സംവരണം നടപ്പാക്കിയാൽ മതിയെന്ന കേന്ദ്ര സർക്കാർ നിലപാട് സ്ത്രീകളെ വഞ്ചിക്കുന്നതാണെന്നാണ് ആരോപണം. വനിതാ സംവരണ ബില്ലിൽ പ്രതിപക്ഷ പ്രതിഷേധം ഫലം കാണുമോ എന്നാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. അതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. കാരണം ഇതിപ്പം ഈ ബില്ല് പാസ്സാവണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണമല്ലോ. അത് കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും കേന്ദ്രം അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ നിലവിലെ സീറ്റുകളിൽ 1/3 വനിതാ സംവരണമാക്കിയാൽ അതിനൊപ്പം നിൽക്കാം, പ്രതിഷേധമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രതിപക്ഷ സഖ്യം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ സഖ്യമാണെങ്കിലും ഈ വനിതാ സംവരണത്തിന് എതിരല്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഡിമാൻഡ് ഈ നിലവിൽ അത് നടപ്പാക്കുന്ന രീതിയിലാണ്. നിലവിലെ സാഹചര്യത്തിൽ തന്നെ 1/3 എന്നുള്ള രീതിയിൽ വനിതാ സംവരണം നടപ്പാക്കിയാൽ അതിന് ഓക്കെ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭരണപക്ഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ കടുംപിടുത്തത്തിൽ നിന്നും അയഞ്ഞ് പ്രതിപക്ഷ വഴിയേ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സേതുലക്ഷ്മി ചോദിച്ചത്. എന്താണ് വനിതാ സംവരണം പാസ്സാക്കാനുള്ള പോംവഴി? അത് പ്രതിപക്ഷം പറയുന്നത് പോലെ നിലവിലുള്ള 543 മണ്ഡലങ്ങളിൽ MP-മാരിൽ 33% വനിതാ സംവരണം നടത്തി ആ രീതിയിലേക്ക് വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിയുമോ എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ ലോക്സഭയിൽ ഇന്നലെ ചോദിച്ചത്. അതിന് തങ്ങൾ തയ്യാറാണ്, സർക്കാർ തയ്യാറാണോ എന്ന ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യ കക്ഷികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ചോദിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ സർക്കാർ, അതായത് ട്രഷറി ഭരണപക്ഷം ഇപ്പോൾ ഇന്നലെ തന്നെ പുതിയ ഒരു നിർദ്ദേശമായി രംഗത്ത് വന്നത് ടോട്ടൽ 50% പിന്നെ സീറ്റുകൾ കൂട്ടാം. അതായത് കേരളത്തിലാണെങ്കിൽ 20 സീറ്റാണ് നിലവിലുള്ളത്. അതിൻ്റെ 50% 10% കൂടി കൂട്ടി 30 സീറ്റാക്കാം. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ രീതിയിലുള്ള പ്രാന്തീയ സ്വഭാവത്തിന് അല്ലെങ്കിൽ അനുപാതത്തിന് മാറ്റം വരാത്ത രീതിയിൽ ഇത്തരമൊരു തരത്തിലേക്ക് സീറ്റുകൾ കൂട്ടാമെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച, അത്തരമൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ കാര്യത്തിൽ പ്രതിപക്ഷം പറയുന്ന കാര്യം, അങ്ങനെയാണെങ്കിൽ പോലും മണ്ഡല പുനഃക്രമീകരണം വരും. ആ മണ്ഡല പുനഃക്രമീകരണം BJPക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ച വേണം ഈ കാര്യത്തിൽ. അല്ലെങ്കിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ CPM-ൻ്റെ നേതാക്കൾ MA ബേബിയും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസും കോൺഗ്രസിലെ KC വേണുഗോപാലും പറഞ്ഞത്, ഈ 850 പേര് വരുമ്പോൾ ലോക്സഭയിൽ അതൊരു നിർവഹണ സഭയായിരിക്കില്ല, അതൊരു മാസ് സഭയായി മാറും. അത്തരമുള്ള ജനങ്ങളെ MP-മാരെ ഉൾക്കൊള്ളുവാനും അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകളെ അതൊക്കെ നിയന്ത്രിക്കാനുമൊക്കെ കഴിയുമോ എന്നൊരു ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ സീറ്റ് കൂട്ടുന്നത് ഒരു തരത്തിൽ അത് ജനാധിപത്യ പ്രക്രിയ തന്നെ താളം തെറ്റിക്കുമെന്നുള്ള രീതിയിലാണ്. അതിന് വ്യക്തതയോടെ തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. കാരണം ഒരു ക്ലാസ്സിൽ ഒരു 40 കുട്ടികൾ വേണം, അതിനെ അധ്യാപനം നിയന്ത്രിക്കാം. അത് 60-ഓ 80-ഓ ആയാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് തന്നെയാണ് ലോക്സഭയിലും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് മാറ്റാൻ 50% കൂട്ടാൻ എന്നുള്ള നിർദ്ദേശത്തെ താഴെ തള്ളിയിട്ടില്ലെങ്കിലും തള്ളുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാക്കളുടെ പരാമർശങ്ങൾ. ഏതായാലും സഭയിൽ ഭൂരിപക്ഷം, അതായത് 3/2 ഭൂരിപക്ഷം വേണമെങ്കിൽ നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 360 MP-മാരുടെ പിന്തുണ വേണം. നിലവിൽ 252 + 1 293 ആണ് ഇപ്പോൾ നിലവിൽ NDAയുടെ സഖ്യബലം ലോക്സഭയിലെ സേതുലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഇന്ന് 4 മണിക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമോ അത് ഭരണപക്ഷത്തിന് അനുകൂലമായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സേതു, ഓക്കെ, ശരി ശരത്ത്. പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാകും ഇന്നത്തെ വോട്ടെടുപ്പ് മുന്നോട്ട് പോകുക എന്നുള്ളത്.